നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ എപ്പോഴും മുൻപിലാണ് ജെൻസി തലമുറ. അമിതമായി കെമിക്കലുകൾ അടങ്ങിയ ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി ലളിതവും സ്വാഭാവികവുമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണവർ. അത്തരത്തിൽ 2026 സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് ഐസ് ബോൾ ഫേഷ്യൽ എന്ന പുതിയ ബ്യൂട്ടി ട്രെൻഡ്. കുറഞ്ഞ ചെലവിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ സ്പാ അനുഭവം, അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഈ ഫേഷ്യൽ രീതി. ബോളിവുഡ് താരങ്ങൾ മുതൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാർ വരെ ഈ രീതി പിന്തുടരുന്ന വീഡിയോകൾ വൈറലായതോടെ ലോകമെമ്പാടുമുള്ള യുവാക്കൾക്കിടയിൽ ഇത് വലിയ ശ്രദ്ധ നേടി. വളരെ ലളിതമായ ഒരു പ്രക്രിയയാണിത്. ഒരു വലിയ പാത്രത്തിൽ ഐസ് കഷ്ണങ്ങളും തണുത്ത വെള്ളവും നിറച്ച് അതിലേക്ക് മുഖം കുറച്ച് സെക്കൻഡുകൾ മുക്കി വെക്കുക എന്നതാണ് ഈ ഫേഷ്യൽ രീതി. ഫേഷ്യൽ ക്രയോതെറാപ്പി എന്നും അറിയപ്പെടുന്ന ഈ രീതി പുതിയതല്ല. പക്ഷേ ജെൻസി തലമുറയാണ് ഇതിനെ വീണ്ടും ജനപ്രിയമാക്കി മാറ്റിയത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്തുണ്ടാകുന്ന വീക്കം കുറയ്ക്കുവാനും ചർമ്മത്തിനുടൻ ഒരു ഫ്രഷ് ലുക്ക് നൽകുവാനും ഇത് സഹായിക്കും എന്നാണ് പലരും പറയുന്നത്. തണുത്ത വെള്ളത്തിൽ മുഖം മുക്കുമ്പോൾ ചർമ്മത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും പിന്നീട് രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യും. ഇതുവഴി മുഖത്തിന് സ്വാഭാവികമായ ഒരു തിളക്കവും പ്രസരിപ്പും ലഭിക്കും. കൂടാതെ ചർമ്മത്തിലെ സുഷിരങ്ങൾ ചെറുതാകുവാനും അമിതമായ എണ്ണമയം കുറയ്ക്കുവാനും ഇത് സഹായിക്കും എന്നാണ് വിശ്വാസം. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് മേക്കപ്പ് കൂടുതൽ നേരം നിലനിൽക്കുവാനും സഹായിക്കുമെന്ന് ബ്യൂട്ടി ഇൻഫ്ലുവൻസർമാർ പറയുന്നു. ഇപ്പോൾ പലരും ഈ ഐസ് ബോൾ ഫേഷ്യലിൽ പുതിയ പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. വെറും വെള്ളത്തിന് പകരം ഗ്രീൻ ടീ, റോസ് വാട്ടർ, വെള്ളരിക്ക നീര് എന്നിവ ചേർത്ത ഐസ് ക്യൂബുകൾ ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പലരും ഈ ഐസ് ബോൾ ഫേഷ്യലിൽ പുതിയ പരീക്ഷണങ്ങളും നടത്തുന്നു. വെറും വെള്ളത്തിന് പകരം ഗ്രീൻ ടീ, റോസ് വാട്ടർ, വെള്ളരിക്ക നീര് എന്നിവ ചേർത്ത ഐസ് ക്യൂബുകൾ ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. ചിലർ കറ്റാർവാഴ ചേർത്ത ഐസ് ഉപയോഗിച്ച് ചർമ്മത്തിലെ അലർജികളും ചൊറിച്ചിലും കുറയ്ക്കുവാൻ ശ്രമിക്കുന്നു. ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം എന്നതാണ് ട്രെൻഡിന്റെ പ്രത്യേകത. എങ്കിലും ഐസ് ബോൾ തെറാപ്പി ചെയ്യുമ്പോൾ ചില മുൻകരുതലുകൾ നിർബന്ധമാണ്. ഐസുമായി മുഖം അധിക നേരം സമ്പർക്കത്തിൽ വരുന്നത് ഐസ് ബേൺ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ 10 മുതൽ 15 സെക്കൻഡ് വരെ മാത്രമേ മുഖം വെള്ളത്തിൽ മുക്കി വെക്കാവൂ. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരും സൈനസ് പ്രശ്നമുള്ളവരും ഇത് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം.